മോഹൻലാൽ എന്താ ധൈര്യമില്ലേ? എത്ര നന്നായിട്ട് അഭിനയിക്കുന്ന ആളാണ്. ഇത് തന്ത്രമാണ്. ഇത് പ്രതികരിക്കാതിരിക്കാനായിട്ടുള്ള ഒരു ഒളിച്ചോടൽ തന്ത്രം മാത്രമാണ്. അത് മാത്രമാണ് ചെയ്തത്. അപ്പൊ തുടങ്ങിക്കഴിഞ്ഞല്ലേ? 17 എക്സിക്യൂട്ടീവ് പ്രസിഡന്റ് ഒക്കെ രാജിവെച്ചു എന്ന് പറയുമ്പോൾ വലിയ എന്തോ സംഭവം നടന്നുവെന്ന് ആരും ധരിക്കേണ്ടതില്ല. ഈ പദവിയിൽ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പദവിയിൽ ഇരുന്ന് പ്രതികരിക്കേണ്ടി വരും. അപ്പോൾ അവർ ആ സ്ഥാനത്തില്ലായെങ്കിൽ ആരും ചോദ്യം ചോദിക്കാൻ പോകുന്നില്ല. അപ്പോൾ ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോടലാണ് ഒന്നാമത്തെ കാര്യം. ആരോടും പറയരുത്, എനിക്കത് ക്ഷീണ. പിന്നെ വലിയ രക്തസാക്ഷി പരിവേഷമൊക്കെ ഈ രാജിക്ക് കൊടുത്തുകൊണ്ട് അവരെ അങ്ങനെ വാഴ്ത്തിപ്പാടേണ്ട കാര്യമൊന്നുമില്ല. സ്ഥാനത്തിരുന്ന് ചെയ്യേണ്ട കാര്യം എന്താണോ അത് ചെയ്യാതിരിക്കുകയും ആ സ്ഥാനത്തേക്ക് ഒരു ചോദ്യം വന്നപ്പോൾ ആ ചോദ്യം നേരിടാതിരിക്കുകയും ചെയ്യുന്ന ആളുകൾ പിന്നിലത്തെ വാതിൽ കൂടി ഇറങ്ങി അങ്ങ് പോയി. അത്രേ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ ആരോപണത്തിൽ കഴമ്പില്ല. അത് ഒരു ബ്ലാക്ക് മെയിലിംഗിന്റെ ഭാഗമാണ്. മുകേഷ് പറയുന്നത് പോലത്തെ ബ്ലാക്ക് മെയിലിംഗ് അല്ല. കാരണം 2 വർഷമൊക്കെ ഒരു MLA ഒക്കെ ഒരു ബ്ലാക്ക് മെയിലിംഗിന് ഇരയായി നിൽക്കുക എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതായത് AMMയിലെ കുറ്റാരോപിതരായ ആളുകൾ അല്ല രാജിവെച്ചിരിക്കുന്നത്, എല്ലാവരും ഒന്നിച്ച്. അപ്പോൾ ഇതൊരു മൊത്ത കച്ചവടമാണ്, ഒരു കൂട്ടുകച്ചവടമാണ്. ഈ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഞങ്ങൾ എല്ലാവരും ഒന്നിച്ചാണ്. അതായത് ഞാനും അഫനും സുഭദ്രയും കൂടി എല്ലാം തീരുമാനിക്കും എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള മാനിഫെസ്റ്റേഷനാണ് ഇന്നത്തെ രാജിയോടെ മലയാളികൾക്ക് കൃത്യമായി മനസ്സിലാക്കി കൊടുത്തതിന് താരസംഘടനയ്ക്ക് AMMയ്ക്ക് താങ്ക് യു. അപ്പോൾ ഇനി അതിന്റെ പേരിൽ ഞങ്ങളെ നിങ്ങൾ രാജിവെപ്പിച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളുടെ മുകളിലേക്ക് കയറാൻ വന്നിട്ട് കാര്യമില്ല. അങ്ങനെ വന്നിട്ട് ഒരു കാര്യമില്ല. കാരണം മാധ്യമങ്ങളല്ലല്ലോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇവരോട് പറഞ്ഞത്. വാതിൽ പോയി മുട്ടാൻ നമ്മൾ പറഞ്ഞോ? ഇല്ലല്ലോ. ആവശ്യമില്ലാതെ അനുചിതമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ പറഞ്ഞോ? ഇല്ല. മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം അവർ തന്നെ അനുഭവിക്കണം. കർമ്മ എന്ന് പറയുന്നത് അതിങ്ങനെ വരും. അത് ചിലപ്പോൾ പെട്ടെന്നായിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾക്ക് ശേഷമായിരിക്കും. പലർക്കും ഇപ്പോൾ പലരും പറയുന്നുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷമൊക്കെ ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യമെന്ന്. അന്ന് പറയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാകാത്തത് കൊണ്ടായിരിക്കാം കുറെ ആളുകൾ. പിന്നെ അന്ന് പ്രതികരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ ചില ആളുകളൊക്കെ പറയുന്നുണ്ട്. 92 ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പറയുന്ന ഗീതാ വിജയനൊക്കെ പറഞ്ഞത് എന്താണ്? അന്ന് ഇങ്ങനെ ഒരു സംവിധാനമില്ല, താരസംഘടനയില്ല, പ്രതികരിക്കാൻ വേദിയില്ല. അതുകൊണ്ട് പല കാര്യങ്ങളും അന്നുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ ആളുകൾ പറയാതിരുന്നിട്ടുണ്ടാവും. പക്ഷെ പുതിയ കാലത്തിലെ സ്ത്രീകൾ പറയാൻ തയ്യാറാണ്. അവർക്കൊപ്പം പഴയ കാലത്തെ സ്ത്രീകളും രംഗത്ത് വന്ന് 10 വർഷം 15 വർഷം മുൻപുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ അതെല്ലാം അസത്യമാണ്. അന്ന് പറയാതിരുന്നത് കൊണ്ട് പീഡനം ഇല്ലാതാകുന്നില്ല. അത് നള്ളിഫൈ ചെയ്യാൻ എങ്ങനെയാണ് കഴിയുക? അന്ന് പറഞ്ഞില്ല, നിങ്ങൾ അന്ന് സഹകരിച്ചു. അതിനുശേഷം ഇന്ന് നിങ്ങൾ അതേക്കുറിച്ച് തുറന്നു പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് എന്താണ് ന്യായം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ യുക്തി നിലനിൽക്കില്ല. കാരണം നിയമവ്യവസ്ഥ അനുസരിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ വെളിപ്പെടുത്താൻ തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെടുത്താം. നിങ്ങൾക്ക് തെറ്റാണെന്ന് ഒരു ഒഫൻസ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്ന എപ്പോഴാണോ വെളിപ്പെടുത്താം. അതെ, നിങ്ങൾ ഇരയാക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോഴാണ് വെളിപ്പെടുത്തേണ്ടത്. പക്ഷേ അവിടെ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ ഇര എന്ന ആനുകൂല്യം പറ്റിക്കൊണ്ട് ബ്ലാക്ക് മെയിലിംഗിന് ആരെങ്കിലും പോവുകയാണെങ്കിൽ അത്തരക്കാരെ നമ്മൾ തുറന്നു കാട്ടുക കൂടി വേണം. കാരണം പല കുടുംബങ്ങളും തകർന്നതിന് ശേഷമായിരിക്കും ഈ ഇരയാണ് എന്ന വ്യാജേന വരുന്ന ബ്ലാക്ക് മെയിലേഴ്സ് അവർ പിൻവാങ്ങുന്നത്. അവർ കൃത്യമായി പണത്തിന് വേണ്ടി വരുന്ന ആളുകളാവും. അങ്ങനെയുള്ള ആളുകളെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. കൃത്യമായി പരാതി നൽകാൻ അവർ തയ്യാറാവില്ല. അവർ പരാതി നൽകാതെ ഈ ആരോപണമായി അതിങ്ങനെ അന്തരീക്ഷത്തിൽ നിർത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ കൃത്യമായ പരാതിയുമായി മുന്നോട്ട് പോകുന്ന നിയമ സംവിധാനത്തിന് മുന്നിലേക്ക് പോകുന്നവരെ നമ്മൾ പിന്തുണയ്ക്കുകയും വേണം. അവരാണ് യഥാർത്ഥത്തിൽ അതിജീവിക്കാൻ, അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ഇങ്ങനെയുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു ക്രുസൈഡറായി, ഒരു ഫൈറ്റിന് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവർ. 100% ഞാൻ യോജിക്കുന്നു. അങ്ങനെയല്ലാതെ ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കും. അന്ന് എന്നോട് മാപ്പ് പറഞ്ഞതാണ്, പിന്നെ എനിക്ക് പരാതിയില്ല, അയാളുടെ കുടുംബം തകർക്കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ വന്നിരുന്ന് പറയുന്നത്? അവർക്ക് പരാതി കൊടുക്കണം. പരാതി കൊടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് ആണ് ഹേമ കമ്മിറ്റി പഠനത്തിലൂടെ പുറത്തു വന്ന വിവരങ്ങളിലൂടെയൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിനെ കൃത്യമായി ഉപയോഗിക്കുകയാണ് വേണ്ടത്. യഥാർത്ഥത്തിൽ നടന്ന കുറ്റകൃത്യം അതിന്ന് പരാതിപ്പെടേണ്ടതാണെന്ന് ബോധ്യപ്പെട്ട് അതിൽ പരാതിയിലേക്ക് പോവുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ജെന്യുവിനായിട്ടുള്ള കംപ്ലൈനൻസിനെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇരയാക്കപ്പെട്ട ഒരുപാട് പേരുണ്ട്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. 1-2 ഒന്നുമല്ല, ഒരുപാട് പേരുണ്ട്. അതിൽ ഈ പറയുന്ന വലിയ ടീമുകളുടെയൊക്കെ ക്രൂരതയ്ക്കിരയായ ആളുകളുണ്ട്. അവരിൽ പലരും പുറത്തേക്ക് വരാത്തത് ഭയന്നിട്ട് തന്നെയാണ്. പലരും നമ്മളെ വിളിക്കുന്നുണ്ട്. അതിൽ പലരും പ്രധാനപ്പെട്ട വെളിപ്പെടുത്തലുകൾ അടുത്ത ദിവസങ്ങളിൽ നടത്താനും പോവുകയാണ്. അതായത് ഇതുവരെ വന്ന ചെറിയ പേരുകളൊന്നുമല്ല, വലിയ പേരുകൾ തന്നെ വരാൻ പോകുന്ന വെളിപ്പെടുത്തലുകളും ഉണ്ടാകും. ഇവിടെ ഇവരിപ്പോൾ മാറിയതിനെ ഞാൻ ചുരുക്കി പറയാം. ഇപ്പോൾ